ഭൂപതിവ് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ചട്ടം രൂപീകരിക്കുന്നതിൽ സർക്കാർ വീണ്ടും നിയമോപദേശം തേടി. 1993 വനഭൂമി പട്ടയപ്രകാരം ഭൂമിക്ക് പുതിയ ചട്ടം ബാധകമാക്കാനാകുമോ എന്ന കാര്യത്തിലാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടിയിരിക്കുന്നത്. പട്ടയഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങൾക്ക് ഇളവ് നൽകുമ്പോൾ പുതിയ നിർമ്മാണങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ചട്ടം വേണ്ടിവരുമോ എന്നതിലും സർക്കാർ നിയമോപദേശം തേടി. 1960 ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തി നിയമസഭ ബില്ല് പാസ്സാക്കിയിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞു. വീട് വെക്കാനും കൃഷിയാവശ്യത്തിനും പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്രമവൽക്കരിച്ച് നൽകുകയായിരുന്നു നിയമ ഭേദഗതിയുടെ ഉദ്ദേശം. എന്നാൽ ചട്ടം പ്രാബല്യത്തിൽ കൊണ്ടുവരാത്തതുകൊണ്ട് നിയമനിർമ്മാണത്തിൻ്റെ പ്രയോജനം ഇതുവരെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ചട്ടത്തിൻ്റെ കരട് തയ്യാറായെങ്കിലും പല കാര്യങ്ങൾ തട്ടി നീണ്ടുപോവുകയാണ്. നേരത്തെ അനുവദിച്ച പട്ടയങ്ങൾക്കെല്ലാം പുതിയ ചട്ടം ബാധകമാകുമോ എന്ന കാര്യത്തിലാണ് സർക്കാർ സംശയിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും നിയമോപദേശം തേടുന്നത്. 1993 കേന്ദ്രം നൽകിയ വനഭൂമിയിൽ പട്ടയം നൽകിയിരുന്നു. കൃഷി, വീട്, ചെറിയ കട എന്നീ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയിലായിരുന്നു ഭൂമിദാനം. അനധികൃത നിർമ്മാണങ്ങൾ ക്രമവൽക്കരിച്ച് നൽകുമ്പോൾ വനഭൂമി പട്ടയങ്ങളെ അതിൽ ഉൾപ്പെടുത്താനാകുമോ എന്നതിലാണ് സംശയം. ഇക്കാര്യത്തിലാണ് സർക്കാർ അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് നിയമോപദേശം തേടിയിരിക്കുന്നത്. പട്ടയഭൂമിയിലെ ഇതുവരെയുള്ള അനധികൃത നിർമ്മാണങ്ങൾ ക്രമവൽക്കരിച്ച് നൽകുന്നതിനുള്ള ചട്ടം ഭാവിയിലുണ്ടാകുന്ന നിർമ്മാണങ്ങൾക്കും ബാധകമാക്കാൻ കഴിയുമോ എന്നതിലും സംശയം നിലനിൽക്കുന്നു. ഭാവിയിലെ നിർമ്മാണങ്ങളെ ഒഴിവാക്കി ചട്ടം കൊണ്ടുവന്നാൽ അത് വിവേചനമാകുമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഒരു ചട്ടത്തിൽ തന്നെ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്താനാകുമോ എന്നതിലും സർക്കാർ AGയോട് ഉപദേശം തേടിയിട്ടുണ്ട്. AG ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഇതോടെ ഏപ്രിൽ മാസത്തിൽ ചട്ടം പുറത്തിറക്കാമെന്ന റവന്യൂ വകുപ്പിൻ്റെ ആഗ്രഹം തൽക്കാലം നടക്കില്ലെന്ന് ഉറപ്പായി. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.